നമസ്തേ. ശുഭദിനം. ശുഭദിനം. ശുഭദിനം എന്ന് പറയാനൊരു കാരണമുണ്ട്. മനുഷ്യന് പ്രകൃതി പൊതുവെ സമയം ക്രമീകരിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് അല്ലെ സമയത്തെ അനുസരിച്ച് നീങ്ങുന്നത്. അപ്പൊ ഈ സമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറയും, മനുഷ്യനെ സംബന്ധിച്ചാണ് എല്ലാം അധികാരികൾ പറയാം. അപ്പൊ ഒരു ദിവസം, ഒരു ദിനം, ഒരു ഡേ, ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോൾ വെച്ചാണല്ലോ സമയം ക്രമീകരിക്കുന്നത്. അത് എപ്പോഴാണ് ദിവസം തുടങ്ങുന്നത്? എപ്പോഴാണ്? 24 മണിക്കൂറാണ്. പണ്ടത്തെ കണക്കിനാണെങ്കിൽ നാഴിക കണക്കാണ് 60 നാഴിക. ഈ 24 മണിക്കൂർ അതെപ്പോൾ തുടങ്ങുന്നു? ഒരു ദിവസം തുടങ്ങുന്നത് രാത്രിയാണ്. പക്ഷേ ജ്യോതിശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം ഉദയം തൊട്ട് ആണ് നക്ഷത്രങ്ങളുടെ എല്ലാം സ്വാധീനം രേഖപ്പെടുത്തുന്നത്. രാവിലെ ഉദയം മുതൽ ഒരു ദീപം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ്. പക്ഷേ രാത്രി 12 മണി മുതലാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ രാത്രി തുടങ്ങുന്നത് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അത് ഒരു നല്ല ഗുണങ്ങളല്ല, ഡാർക്ക് എനർജിയിലാണ് തുടങ്ങുന്നത് രാത്രിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡാർക്ക് എനർജിയിൽ സമയം തുടങ്ങുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? രോഗമായിരിക്കും സംഭവിക്കുക. അതെ. അപ്പോൾ ത്രിദോഷങ്ങളാണ് ആ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ത്രിദോഷങ്ങളിൽ രാത്രി ദോഷത്താലാണ് തുടക്കം. അത് ദിവസത്തിന്റെ തുടക്കം ത്രിദോഷത്താലാകുന്നു. ഇപ്പോൾ രാത്രി 12 മണിക്കാണ് ത്രിദോഷത്തിൽ ആദ്യത്തേതായിട്ടുള്ള വാദ തുടങ്ങുന്നത്. 8 മണിക്കൂർ, രാവിലെ 8 മണി വരെ. രാത്രിക്ക് ദോഷം എന്ന് പറയാനുള്ള കാരണം പല കാരണങ്ങളും നമുക്കുണ്ട്. എന്നാൽ പോലും അത് ശാസ്ത്രീയമായിട്ട് അത് ഡാർക്ക് എനർജിയാണ്. അഗ്നി ഇല്ലെങ്കിൽ, അതായത് സൂര്യനില്ലെങ്കിൽ, ചന്ദ്രനില്ലെങ്കിൽ, നക്ഷത്രങ്ങളില്ലെങ്കിൽ, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ, അഗ്നിയുടെ സമീപമില്ലെങ്കിൽ ആ ഡാർക്ക് എനർജിയാണ്. നെഗറ്റീവാണ്. തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റില്ല. രാക്ഷസി ഭാവമാണ് പ്രകൃതിക്ക്. ഭയത്തെ ജനിപ്പിക്കുന്ന അറിവില്ലാതെ വരുമ്പോഴാണല്ലോ ഭയം ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുന്നത് എവിടുന്ന? ഡാർക്ക് എനർജിയിൽ നിന്നിട്ടാണ്. അത് അറിവില്ലായ്മയിൽ നിന്നാണ്. അറിവില്ലായ്മയിൽ നിന്നാണ്, അജ്ഞതയിൽ നിന്നാണ്, അന്ധകാരത്തിൽ നിന്നാണ്. അപ്പോൾ പ്രകാശമുണ്ടെങ്കിൽ ഭയത്തിന് കാരണം നഷ്ടപ്പെടും. അറിവുണ്ടെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ, പ്രകാശമുണ്ടെങ്കിൽ നമ്മളുടെ ഭയം അകലും. അറിവിന് കാരണം വെളിച്ചാണ്. അറിവിന്റെ കാരണം വെളിച്ചമാണ്. അപ്പൊ ഇവിടെ അതിന്റെ ഉത്ഭവം ഡാർക്ക് എനർജിയിൽ നിന്നാണ് തുടങ്ങുന്നത്. വെളിച്ചം, ആകാശത്ത് വെള്ളകീറുക എന്ന് പറഞ്ഞ പ്രഭാതത്തിലേക്ക് പ്രപഞ്ചം സഞ്ചരിക്കുന്നത് ഏറ്റവും ഡാർക്കായിരിക്കുന്ന സമയം 12 മണി. 12 മണിക്കാണ് സൂര്യൻ നേരെ ഓപ്പോസിറ്റ് എത്തുന്നത്. ഡാർക്ക് എനർജി ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നത്. അപ്പോൾ രാക്ഷസി ഭാവമാണ്. അവിടെ തൊട്ടാണ് സമയം ജനിക്കുന്നത്. ആ രാക്ഷസി ഭാവത്തിൽ നിന്ന് സമയം ജനിക്കുമ്പോൾ ആകാശകാരണമായിട്ട് വാത എന്ന് പറയുന്ന അസുഖത്തിലെ തുടക്കം. ഡാർക്ക് എനർജിയാൽ ആകാശകാരണമായി വാതായി എന്ന് പറയുന്ന അസുഖത്താൽ തുടക്കം. ത്രിദോഷത്തിൽ ആദ്യത്തേത് ആകാശത്തിന്റെ പ്രതീകമാണ് വാത. അപ്പോൾ ആ വാത തുടങ്ങി അത് ഡാർക്ക് എനർജിയാലാകുന്നു. അത് രാവിലെ 8 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിൽ വാതയുടെ 8 മണിക്കൂറിൽ പകുതി ഉറങ്ങുക. രാത്രി 12 മണി കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എഴുന്നേക്കണം. വാതയുടെ പകുതിയാവുമ്പോൾ എഴുന്നേക്കണം. ഈ ഡാർക്ക് എനർജിയുടെ വാതയുടെ പകുതി സമയം നമ്മൾ അഡ്മിറ്റ് ആകുന്നു, പകുതി സമയം ആക്റ്റീവ് ആകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് വാതയെ അതിജീവിക്കാൻ പറ്റുള്ളൂ. നേരത്തെ എഴുന്നേക്കണം വാതരോഗികൾ. വാതരോഗികൾ എഴുന്നേൽക്കുകയും ദിനചര്യകൾ കൃത്യമായി ചെയ്യുകയും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് രാവിലെ 8 മണിക്ക് മുമ്പ് പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. 4 മണിക്ക് ഉണരണം. 4 മണിക്ക് ദിവസം ആരംഭിക്കുന്ന 12 മണിക്കാണ്. അതെ. അത് ഡാർക്ക് എനർജിയിലാണ് 8 മണിക്കൂർ. അതിൽ പകുതി സമയത്ത് നമ്മൾ അഡ്മിറ്റ് ആവുകയും ബാക്കി പകുതി സമയത്ത് നമ്മൾ ഉണരുകയും ചെയ്യണം. അതെ, ആക്റ്റീവായി അങ്ങനെ ഉണർന്നിരുന്ന് വേണം മുന്നോട്ട് പോകാൻ. അതെ. അതിൻ്റെ അവസാന പാദത്തിന് മുമ്പ് 8 മണിക്ക് മുമ്പ് ഉദയത്തിന് ശേഷം നമ്മൾ
പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഓ, അത് ആയുർവേദത്തിൽ അങ്ങനെയാണോ പറയുന്നത്? അത് ആവിയിൽ വെന്ത ഭക്ഷണമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മനസ്സിന് വേണ്ടിയിട്ടാണ് രാവിലത്തെ നല്ല ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത്. അപ്പം നല്ല ഭക്ഷണം, സാത്വിക ഭക്ഷണം രാവിലെ മനസ്സിന് വേണ്ടിയിട്ട് 8 മണിക്ക് മുമ്പ് കഴിക്കുമ്പോൾ ആവിയിൽ വേവിച്ച ചെറു ചൂടുള്ളതാണ് കഴിക്കേണ്ടത്. അതാണ് വാതരോഗത്തിനുള്ള പരിഹാരം. ആ 8 മണിക്കൂർ, 12 മണിക്ക് രാത്രി തുടങ്ങിയാൽ 4 മണിക്കൂർ അഡ്മിറ്റ്, 4 മണിക്കൂർ ആക്റ്റീവായിട്ടിരിക്കുന്നു. അതിൻ്റെ അവസാന പാദത്തിന് മുമ്പ് 8 മണിക്ക് മുമ്പ് രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം. സന്തോഷി, അപ്പോൾ ഇത് ലോകത്ത് എവിടെയാണെങ്കിലും ഇത് തന്നെയാണ് സിസ്റ്റം വേണ്ടത്? ഈ സിസ്റ്റമേ ഉള്ളൂ. അല്ല, ഇന്നിടത്ത് കേരളത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഭാരതത്തിൽ ആയുർവേദത്തിന്റെ സാധനങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയൊന്നുമില്ലല്ലോ. ലോകത്ത് എവിടെയാണെങ്കിലും ഈ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ്, ഉദയത്തെ ബേസ് ചെയ്തിട്ടാണ്. 8 മണി വരെ ആകുമ്പോൾ 8 മണിക്കൂറാവും. ഈ 8 മണിക്കൂറിന് മുമ്പുള്ള 4 മണിക്കൂർ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ എത്ര മണിക്ക് ആക്റ്റീവ് ആവും? 4 മണിക്ക് ആക്റ്റീവ് ആവും. ലോകത്ത് എവിടെയാണെങ്കിലും അതെ, അവിടുത്തെ ഉദയത്തെ ബേസ് ചെയ്തുകൊണ്ട് 4 മണിക്കൂർ ആക്റ്റീവ് ആയിട്ടിരിക്കണം ഉദയത്തിന് മുമ്പ്. അങ്ങനെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ വാതരോഗ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ അത് മാറും. വീണ്ടും ചോദിക്കാനുള്ളത്, ഈ ഉദയത്തിന് മുമ്പ് 4 മണിക്കൂർ എന്ന് പറയുന്നത് ഉദയം 6 മണിക്ക്, ഉദയത്തിന് മുമ്പ് 4 മണിക്കൂറല്ല, 8 മണി വരെയുള്ള സമയത്ത് വാദത്തിന്റെ ഉദയം അതിനു മുമ്പ് നടക്കുമല്ലോ. 8 മണിക്ക് മുമ്പ് നടക്കും. ഉദയത്തിന് ശേഷം മാത്രമേ ഭക്ഷണം പാടുള്ളൂ. ഈ വാതരോഗത്തിനുള്ള മരുന്നാണ് രാവിലത്തെ ഭക്ഷണം. അത് ചെറു ചൂടുള്ള ഭക്ഷണമായിരിക്കണം. ചെറു ചൂടോടെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത് 8 മണിക്ക് മുമ്പ് ഒരു മരുന്നെന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആയുർവേദ പ്രകാരം നമ്മളുടെ ഭക്ഷണം നമ്മളുടെ ഔഷധമായിട്ട് കഴിക്കുക. അപ്പോൾ രാത്രിയിലെ 12 മണിക്ക് തുടങ്ങിയാൽ വാദത്തിൻ്റെ ആ സമയം രാവിലെ 8 മണി വരെയാണ്. ആ 8 മണി വരെയുള്ളതിൻ്റെ പകുതി സമയം നമ്മൾ ആക്റ്റീവായിരിക്കണം എന്നുള്ളതാണ് അർത്ഥം. അതെ, അതിൻ്റെ അവസാന പാദത്തിലാണ് ആക്റ്റീവായിട്ടിരിക്കേണ്ടത്. അവിടെ നമ്മൾ നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഈ വാദപരിഹാരമായിട്ട് നമ്മൾ പ്രാതൽ കഴിക്കണം. അങ്ങനെ ഒരു ദിവസം ആരംഭിച്ചു. അപ്പോൾ ആകാശത്തെ ഡാർക്ക് എനർജിയെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ വാദത്തെ താണ്ടി കുളിച്ച് ശുദ്ധമായി പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് മനസ്സും ശരീരവും ആത്മാവും ശുദ്ധമായി നമ്മൾ ആക്റ്റീവായി ആ പ്രഭാത ഭക്ഷണം വളരെ നല്ല രീതിയിൽ ചെറു ചൂടോടെ കഴിച്ചു. ഇപ്പോൾ വാദസംബന്ധമായിട്ടുള്ള ആ ഡാർക്ക് എനർജിയുടെ ആകാശ കാരണമായിരിക്കുന്ന രോഗത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പിത്തം, വാദം ഡാർക്ക് എനർജിയുടെ സംബന്ധമായിട്ടുള്ള അസുഖമാണെങ്കിൽ പിത്തം വൈറ്റ് എനർജിയുടേതാണ്.